2, 3, 4 തവണയൊക്കെ പടം കണ്ടവർ മെസ്സേജ് അയക്കും. പിന്നെ ഒരു ഇമോഷണലായിട്ടൊക്കെ പലരും ഫീഡ്ബാക്ക് പറയുന്നത്. ഇന്ന് വാഴയുടെ കാസ്റ്റിങ്ങിൻ്റെ അവസാന സ്റ്റേജിലാണ് ഞാൻ വരുന്നത്. എനിക്ക് ആദ്യം വരുന്ന സീൻ ഒരു മണിച്ചേട്ടൻ്റെ ഒരു പാട്ടിലാണ് എൻട്രി സീൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. തിയേറ്ററിൽ നല്ല വർക്കായൊരു ഒരു ഏരിയയാണ് പടത്തിൻ്റെ. അവർ കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ ചോദിക്കും, ഞാൻ കണ്ടിട്ടില്ല ചേട്ടാ, ഇത് എങ്ങനെയായിരിക്കും. ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും ഞങ്ങൾ കോൺഫിഡൻ്റ് ആയിരുന്നു. അന്നും ഈ പറഞ്ഞ പോലെ നമ്പേഴ്സൊന്നും നമുക്കറിയില്ല, പടം വർക്കാവും. ചേട്ടൻ പാരലലിയാണ് എഴുതി പോകുന്നത്. ഷൂട്ടിൻ്റെ ഇടയ്ക്കാണ് അവസാന ഭാഗങ്ങളൊക്കെ എഴുതുന്നത്. ഫുജേറയിൽ പോയാൽ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഒരു മരുഭൂമിയുടെ നടുക്ക് ഒരു ഒറ്റപ്പെട്ട ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ്. അവിടെ പുറകിൽ കാണുന്ന പാസ് ചെയ്യുന്ന പലരും അവിടെ സൈറ്റിലെ വർക്കേഴ്സാണ്. അപ്പോൾ അവരായിട്ട് നമ്മൾ സംസാരിക്കും. അവരുടെ കഥകൾ കുറേ ഞങ്ങൾ കേട്ടു. ഹൃദയപൂർവ്വത്തിലേക്കൊക്കെ വിളിച്ച് നെറേറ്റ് ചെയ്തതാണ്. നിങ്ങൾ ഫിലിം മേക്കേഴ്സായിട്ടുള്ള 3 പയ്യന്മാരാണെന്ന് ചോദിച്ചപ്പോൾ ഇത് നമ്മുടെ തന്നെ കഥയാണല്ലോ. വാഴ തകർത്തോടുകയാണ് തിയേറ്ററുകളിൽ. അഭിനയം കൊണ്ടും ഡയലോഗുകൾ കൊണ്ടും നമ്മുടെ കണ്ണ് നിറയിച്ച ഒരാളാണ് എന്നോടൊപ്പം ഉള്ളത്, ദേവരാജ്. നമസ്കാരം. ആദ്യമേ കൺഗ്രാറ്റ്സ് പറയുകയാണ്. വാഴ 200 കോടി ക്ലബിലെത്തി. അപ്പോൾ ഈ ഒരു റെസ്പോൺസ് ഒക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? 200 കോടി എനിക്ക് തോന്നുന്നു നമ്മളാരും 200 കോടിയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല, നമ്മളൊന്നും ചിന്തിച്ചിട്ടില്ല. പടം നന്നാവുമെന്ന് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ടീമിനായാലും നമ്മൾ ആർട്ടിസ്റ്റിനായാലും പടം വർക്കാവും, നമ്മൾ ചെയ്തു വെച്ചത് നല്ലൊരു പീസ് ഓഫ് ആർട്ടാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അത് 100 കോടി 200 കോടി അങ്ങനെയുള്ള ചിന്തകൾ പ്രൊഡക്ഷൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം, നമ്മളാരും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. 200 കോടി വലിയൊരു നമ്പറാണ്. ഇന്ന് ടോപ്പ് 5-ലേക്കൊക്കെ പടം ഇപ്പോൾ കയറി മലയാളത്തിൻ്റെ. ഭയങ്കര സന്തോഷം. അങ്ങനത്തെ ഒരു പടത്തിൻ്റെ ഭാഗമാവുക എന്നുള്ളത് ഏതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചും ബെസ്റ്റ് ഒരു ഔട്ട്കമാണ്. ഞാൻ 200 കോടി ക്ലബ് എന്നതിനേക്കാൾ എല്ലാവരും മനസ്സിലാക്കുന്നു, സ്വീകരിക്കുന്നു, കൈയടിച്ച് എന്താ പറയുക, കണ്ണ് നിറഞ്ഞൊക്കെ എല്ലാവരും എനിക്ക് 2, 3, 4 തവണയൊക്കെ പടം കണ്ടവർ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം അത് തന്നെയാണ് പടത്തിൻ്റെ വിജയം. പിന്നെ ജനറേഷൻ ഗ്യാപ്പില്ലാതെ എല്ലാ പ്രായക്കാരും പോയി തിയേറ്ററിൽ പോയി കാണുന്നു. ബ്രദേഴ്സ് അല്ലെങ്കിൽ ഫാമിലി ഒരുമിച്ച് കാണുന്നു, ഫ്രണ്ട്സിൻ്റെ കൂടെ സെക്കൻഡ് ടൈം പോയി കാണുന്നു. അങ്ങനത്തെ റെസ്പോൺസ് എനിക്ക് തോന്നുന്നു അപൂർവമായിട്ടേ പടങ്ങൾക്ക് വരാറുള്ളൂ. അതിൽ നമ്മൾ ഭാഗമായതിൽ ഭയങ്കര സന്തോഷം. ഇപ്പോൾ വാഴയ്ക്ക് മുമ്പും വാഴയ്ക്ക് ശേഷവും അങ്ങനെയൊന്ന് ജീവിതത്തെ നോക്കിയാലോ? അങ്ങനെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഒരു മാറ്റം ഉണ്ടായിരിക്കാം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഫോളോവേഴ്സ് അല്ലെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് വ്യൂസ്, ഈ നമ്പേഴ്സിലാണല്ലോ സോഷ്യൽ മീഡിയ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു മാറ്റം ഡെഫിനറ്റ്ലി ഉണ്ട്. വാഴ 2-ൻ്റെ പടത്തിൻ്റെ റീച്ച് സോഷ്യൽ മീഡിയയിൽ നമുക്കും കിട്ടുന്നുണ്ട്. അതിലപ്പുറം നല്ലൊരു വർക്കിൻ്റെ ഭാഗമായി ഇനി പുതിയ വർക്കുകൾ വരണം, പുതിയ വർക്കുകളുടെ ഭാഗമാവാൻ പോകുന്നു. അതിൻ്റെയൊക്കെ ഒരു സന്തോഷം. അല്ലാതെ എനിക്കൊന്ന് ലൈഫിലൊരു മാറ്റം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴോ ഇപ്പോൾ ആൾക്കാരൊക്കെ അതുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാ ക്രിയേറ്റേഴ്സിനും കിട്ടുന്നൊരു ഭാഗ്യമാണ്. നമ്മൾ റീൽസ് കണ്ടും അല്ലാതെ ആൾക്കാർ കണ്ടിരുന്നു. വാഴ 2-ൻ്റെ റീച്ച് കാരണം കുറച്ചധികം ആൾക്കാർ മനസ്സിലാക്കുന്നു. അത് 10-ൽ 2 പേരാണ് നമ്മൾ തിരിച്ചറിഞ്ഞതെങ്കിൽ ഇപ്പോൾ 10-ൽ 5 പേര് തിരിച്ചറിയുന്നുണ്ട്. അത് നല്ലൊരു സന്തോഷമാണ്. പിന്നെ ഒരു ഇമോഷണലായിട്ടൊക്കെ പലരും ഫീഡ്ബാക്ക് പറയുന്നത്. നേരിട്ട് കാണുന്ന സമയത്ത് തന്നെ നമ്മൾ അത് ക്യാരക്ടറിന് കിട്ടുന്ന റെക്കഗ്നീഷനാണ്. എനിക്കൊന്ന് സജിൻ എന്നുള്ള ക്യാരക്ടർ കണ്ടാണ് ആൾക്കാരും പലപ്പോഴും അങ്ങനെ പറയുന്നത്. പ്രായമുള്ള ആൾക്കാർ വന്നിട്ട് മക്കൾ പുറത്തായിരിക്കും, ഗൾഫിലായിരിക്കും, നിങ്ങൾ മകനെ പുറത്ത് പോയി ഞങ്ങൾ വിളിക്കുന്നു. അപ്പോൾ അവനോട്, അല്ലെങ്കിൽ ചിലർ പുറത്ത് പോകാൻ നിൽക്കുന്ന മക്കളോട് ഒന്നുകൂടെ അന്വേഷിക്കും, അവിടെ പോയിട്ട് എന്താ അവർ ചെയ്യാൻ പോകുന്നത്, ആവശ്യമെങ്കിൽ മാത്രം പോയാൽ മതി എന്ന് പറയുന്നു. അവിടെ ഉള്ളവർ പ്രവാസികൾ കുറേ പേര് മെസ്സേജ് അയക്കുന്നു, വോയിസ് മെസ്സേജ് ആയിട്ടും ടെക്സ്റ്റ് ആയിട്ടും ഒക്കെ അയക്കുന്നു. അവർ ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആയിട്ടാണ് പറയുന്നത്. പടം എഴുതി വെച്ച രീതി, അത് എടുത്തു വെച്ച രീതി, അത് തന്നെയാണ് എൻ്റെ റിസൾട്ടാണ് കിട്ടുന്നത്. നിങ്ങൾ അഭിനയിച്ച രീതി ഡെഫിനറ്റ്ലി യെസ്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ അഭിനയിക്കാൻ പറ്റിയത്. അതെ, വിപിൻ ചേട്ടൻ പലയിടത്തും പറഞ്ഞു കണ്ടിട്ടുണ്ട് ദേവരാജിന്റെ വലിയ ഫാനാണ്, അഭിനയത്തിന്റെ വലിയ ഫാനാണെന്ന്. പുള്ളിയാണോ ആദ്യം വാഴയിലേക്ക് വിളിച്ചത്? എന്തായിരുന്നു നിങ്ങളപ്പോൾ സംസാരിച്ചേ? വിപിൻ ചേട്ടൻ ആദ്യമായി എന്നെ വിളിക്കുന്നത് ഞങ്ങൾ യുറേക്ക തുടങ്ങി ഒരു 2-3 മാസം കഴിഞ്ഞ് കുറച്ച് വീഡിയോകൾ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. നമുക്ക് അത്രയും ഒരു മെയിൻ സ്ട്രീം അറ്റൻഷനൊക്കെ കിട്ടി തുടങ്ങുന്നതിന് മുന്നേ വിപിൻ ചേട്ടൻ ഇത് കാണുമായിരുന്നു. എനിക്കൊന്നു വിപിൻ ചേട്ടൻ എല്ലാ ക്രിയേറ്റേഴ്സിനെയും ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. ക്രിയേറ്റേഴ്സ് എന്നല്ല, ഞാൻ പല റാൻഡം വീഡിയോസ് കാണുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട പല വീഡിയോസിന് കമൻറ്റ് ബോക്സ് തുടങ്ങിക്കഴിഞ്ഞാൽ വിപിൻ ചേട്ടൻ ഒരു കമൻറ്റ് ഉണ്ടായിരിക്കും അവിടെ. വിപിൻ ചേട്ടൻ എല്ലാം ആസ്വദിക്കുന്ന ഒരാളാണ്, അത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ്. വിപിൻ ചേട്ടൻ ഇങ്ങോട്ട് ഒരു തവണ മെസ്സേജ് അയച്ചു, കൊള്ളാം എന്ന് കണ്ടു. അപ്പോൾ ഞാൻ നമ്പർ അയക്കുമെന്ന് പറഞ്ഞു. വിപിൻ ചേട്ടൻ വിളിച്ചു, നിങ്ങളുടെ എഴുത്ത് കൊള്ളാം, നിങ്ങളുടെ അഭിനയം കൊള്ളാം, യുറേക്ക സ്റ്റുഡിയോസ് നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഞാൻ കാണുന്നുണ്ട്, എപ്പോഴെങ്കിലും ഒരു വർക്ക് ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. എനിക്കിന്ന് വാഴയുടെ കാസ്റ്റിങ്ങിൻ്റെ അവസാന സ്റ്റേജിലാണ് ഞാൻ വരുന്നത്. ഇതാണ് കഥാപാത്രം, നീ ഒന്ന് കേട്ട് നോക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ഓൾറെഡി ഇന്നാണ്. കാരണം വാഴ 1 അത് എത്ര ഹിറ്റാണെന്ന് നമുക്കറിയാം. വിപിൻ ചേട്ടൻ എന്നുള്ളൊരു വ്യക്തിയുടെ ഇൻഫ്ലുവൻസ് ഡെഫിനറ്റ്ലി നമുക്കുണ്ട്. വാഴ ഒരു ഫ്രാഞ്ചൈസിലേക്കൊക്കെയാണ് പോകുന്നത് എന്നുള്ളൊരു അന്നേ നമുക്ക് അറിയാമായിരുന്നു. നമുക്ക് വാഴ 2-ൻ്റെ ഭാഗമാവുമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതാണ് ക്യാരക്ടർ, ഇങ്ങനെയാണ്
ഇവരുടെ കൂടെയാണ് ഇത് ചെയ്യേണ്ടത്. ഹാഷി ടീമിനെ നമ്മൾ ഒരുപാട് കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ എല്ലാ ഫാക്ടേഴ്സും കൂടിയ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു വാഴ 2ന്റെ ഭാഗമാകുമ്പോൾ. റിസൾട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം ഹാഷിറിൻ്റെ ഒക്കെ കാര്യം പറയണമല്ലോ. അപ്പം നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലുള്ളതാണ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. പക്ഷേ യുറേക്ക സ്റ്റോറീസിന്റെ പോലെ അങ്ങനത്തെ ഒരു കണ്ടന്റ് അല്ല അവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് സെറ്റിൽ വരുന്നു, ഒരുമിച്ച് അഭിനയിക്കുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു അവർക്കായിരുന്നു ഭയങ്കര വെല്ലുവിളി. ഒന്ന്, നമ്മളെ പുതിയ ആൾക്കാരെ ഏൽപ്പിക്കുന്നു, ഇതിൽ എല്ലാ മെയിൻ റോളുകളും നമ്മളെ ഏൽപ്പിക്കുന്നു. നമുക്ക് കിട്ടുന്ന റെക്കഗ്നീഷനും അവർക്ക് വരുന്ന ചലഞ്ചും അത് തന്നെയായിരുന്നു. ന്യൂ ഫേസസ് ആണ് എല്ലാം വരുന്നത്. വലിയൊരു ബജറ്റിലാണ്. വാഴ 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വാഴ 2 വലിയൊരു ബജറ്റിലാണ് പടം ചെയ്തിട്ടുള്ളത്. അപ്പോൾ തിരിച്ച് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ഒരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു സാധനം നമ്മളെ ഏൽപ്പിക്കുകയാണ്. നമ്മൾ വെറും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നുള്ള ഒരു ഇതിൽ നിന്ന് നമുക്ക് മെയിൻ സ്ട്രീം ബിഗ് സ്ക്രീനിലേക്ക് നമ്മൾ വരികയാണ്. ആ തന്ന ഓപ്പർച്യൂണിറ്റി നമ്മൾ നല്ല രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. അവർ തരുന്ന ഓപ്പർച്യൂണിറ്റി നമ്മൾ വെറുതെ കളയരുത് എന്നുള്ളൊരു സാധനം നമുക്കും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ആക്ടിങ് ക്യാമ്പ് ഉണ്ടായിരുന്നു. രാജേഷ് ഏട്ടൻ ചെയ്തൊരു ആക്ടിങ് ക്യാമ്പിലാണ് നമ്മൾ നമ്മുടെ റീൽ സ്പേസസിൽ നിന്ന് നമ്മളൊരു ഈ ഒരു പടത്തിലെ ക്യാരക്ടേഴ്സായിട്ട് നമ്മളെ മാറ്റി നമ്മളൊന്ന് മൗൾഡ് ചെയ്ത് നമ്മളെ ഒന്ന് ഓണാക്കി കൊണ്ടുവന്നത് ആ ക്യാമ്പാണ്. അത് കഴിഞ്ഞാണ് നമ്മൾ ഷൂട്ട് ആരംഭിക്കുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മൾ പല ടൈപ്പ് കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നവരാണ്, പല ടൈപ്പ് ആക്ടിങ് ചെയ്യുന്നവരാണ്. അവരെല്ലാവരും ഈ ഒരു ഇതിൻ്റെ അണ്ടറിൽ കൊടുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം. അതിൻ്റെ ഔട്ട്കം നമുക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യം അഭിനയിച്ചത് വാഴയാണെങ്കിലും ഇറങ്ങിയത് ഹൃദയപൂർവ്വമായിരുന്നല്ലോ. അപ്പം 2 സിനിമകളുടെയും ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ആക്ടിങ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? ഞാൻ സത്യം പറഞ്ഞ എൻ്റെ 3ാമത്തെ സിനിമയാണ് വാഴ 2. ഫ്ലാസ്ക് എന്ന് പറഞ്ഞ ഒരു ചിത്രത്തിൽ ആദ്യം ഉണ്ടായിരുന്നു. അതിനകത്ത് ചെറിയ റോളായിരുന്നു. പിന്നെ ഹൃദയപൂർവ്വം വന്നു. 3ാമതാണ് എനിക്ക് വാഴ 2 വന്നത്. എല്ലാം എന്നെ സംബന്ധിച്ച് കുറേ വെയിറ്റ് ചെയ്ത് അവസാനം അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്ന പോലെ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നിയൊരു മൊമെൻ്റാണ്. വാഴ 2ലാണ് ഒരു ക്യാരക്ടർ കിട്ടുന്നത്, കുറച്ചുകൂടെ പെർഫോം ചെയ്യാനും ആദ്യാവസാനം വന്നു പോകുന്ന ഒരു ക്യാരക്ടർ കിട്ടുന്നത് വാഴ 2ലാണ്. ഹൃദയപൂർവ്വം എനിക്ക് സത്യൻ സാറുടെ പടം, ലാൽ സാറുടെ കൂടെ അഭിനയിക്കുന്നു എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അതിൽ. മറ്റേത് എനിക്ക് ആദ്യ പടമായിരുന്നു എനിക്ക് ഫ്ലാസ്ക് എന്ന് പറയുന്നത്. എല്ലാത്തിലും ഒരു ഹാപ്പിനെസ് മൊമെൻ്റ് ഉണ്ട്. വാഴ 2ലാണ് കാണികളുടെ ഇടയിലേക്ക് ഒരുപാട് എത്തുന്നത്. ആ റീച്ച് എനിക്ക് തിരിച്ചതിൻ്റെ ഫീഡ്ബാക്സും കിട്ടുന്നത് വാഴ 2ലാണ്. ഇപ്പം വാഴയിലെ ക്യാരക്ടർ ആണെങ്കിൽ ഫൈറ്റ് ഉണ്ട്, ഇമോഷണൽ സീൻസ് ഉണ്ട്, ഒരു എൻട്രി BGM ഒക്കെ ഉള്ളൊരു എൻട്രി ഉണ്ട്, എല്ലാം ഉള്ളൊരു പാക്കേജാണ് ഇപ്പോൾ ദേവരാജിന് അല്ലേ? ഞാനിപ്പോൾ ആസ് ആൻ ആക്ടർ എനിക്കൊന്ന് എല്ലാവരും ചിന്തിക്കുന്ന കാര്യമായിരിക്കും. ഞാൻ ആദ്യം ചിന്തിച്ചത് നമ്പർ ഓഫ് സീൻസ് അല്ലെങ്കിൽ സ്ക്രീൻ ടൈം എനിക്ക് എത്ര ഉണ്ടെന്ന് അപ്പുറം എനിക്ക് ആദ്യം വരുന്ന സീൻ ഒരു മണിച്ചേട്ടൻ്റെ ഒരു പാട്ടിലാണ് എൻട്രി സീൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. തിയേറ്ററിൽ നല്ല വർക്കായൊരു ഒരു ഏരിയയാണ് പടത്തിൻ്റെ. അവർ കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ ചോദിക്കും, ഞാൻ കണ്ടിട്ടില്ല ചേട്ടാ, ഇത് എങ്ങനെയായിരിക്കും? കാരണം ഞങ്ങളെല്ലാവരും, ഇപ്പം ഞാനായാലും ഇതിൽ അഭിനയിച്ച എല്ലാവരും കാണുന്നത് തിയേറ്ററിലാണ് ആദ്യമായിട്ട് പടം കാണുന്നത്. അതിനു മുമ്പ് കണ്ടിട്ടില്ല? ഇല്ല, നമുക്കൊരു പ്രിവ്യൂ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൽ ആർട്ടിസ്റ്റ് എല്ലാവരും എനിക്ക് തോന്നുന്നു തിയേറ്ററിലാണ് ആദ്യമായിട്ട് കാണുന്നത്. ടീമിൻ്റെ കൂടെ, ഫാമിലിയുടെ കൂടെ ഇരുന്ന് ആദ്യമായിട്ട് കാണുന്നത്. ഇതെങ്ങനെ വർക്ക് ആവും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമുക്കുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആസ് ആൻ ആക്ടർ എനിക്കൊരു എൻട്രി സീൻ ഉണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു മാസ് ഒരു എൻട്രി കൊടുക്കുന്ന പോലത്തെ ഒരു BGM അവിടെ വരുന്നു. നമ്മളറിയില്ല മണിച്ചേട്ടൻ്റെ BGMലെ പ്ലേസ് ആവുന്നൊന്നും അതൊരു ഭാഗ്യമാണ്. അത് കഴിഞ്ഞ് ചെറുതാണെങ്കിലും ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. പിന്നെ ഒരു ഇമോഷണൽ ട്രാക്കിലേക്ക് പോകുന്നു, റെസ്പോൺസിബിൾ ആയിട്ടുള്ള മെച്യൂർഡ് ക്യാരക്ടറിൻ്റെ ഫേസിലേക്ക് പോകുന്നു. എനിക്ക് വലിയൊരു ഏരിയ കവർ ചെയ്യാനുണ്ട് ആസ് ആൻ ആക്ടർ. ഉള്ള സീനുകളിൽ എല്ലാ ടൈപ്പ് വേരിയേഷൻസും കൊണ്ടുവരാനുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടാണ് ഞാൻ ആ ക്യാരക്ടറിനെ കണ്ടത്. എനിക്ക് കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണത്. ആദ്യമായിട്ട് സിനിമ ഇങ്ങനെ ഫാമിലിയുടെ കൂടെ ഒക്കെ ഇരുന്ന് കണ്ടെന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഇവിടെ റിലീസ് നമ്മളെല്ലാവരും പ്രൊഡക്ഷൻ്റെ കൂടി ഇവിടെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇത്ര ടിക്കറ്റ് വേണം, എനിക്ക് ഇത്ര പേരുണ്ട്, എനിക്ക് ഇത്ര പേരെൻ്റെ ഫാമിലി ഫ്രണ്ട്സ് ഒരു 10-15 പേരുണ്ടായിരുന്നു. എല്ലാവരുടെയും കൂടെ ഒരുമിച്ചിരുന്നാണ് കണ്ടത്. ആദ്യമേ അവരുടെ കൂടെ കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനും അവരൊന്നും കണ്ടിട്ടില്ല പടം. അപ്പോൾ എല്ലാവരും ആ ഒരു ഇമോഷൻ ക്യാരി ചെയ്തു എനിക്ക് തോന്നുന്നു. നമ്മളെല്ലാവരും അങ്ങനെ പെർഫോമൻസ് നന്നായി വന്നു. അത് തിയേറ്ററിലും എല്ലാവരും, കാരണം പല സീൻസും അവിടെ വരുന്ന സമയത്ത് നമ്മൾ ചുറ്റുവാ നോക്കുക എല്ലാവർക്കും വർക്ക് ആവുന്നുണ്ടോ സാധനം. ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും ഞങ്ങൾ കോൺഫിഡൻ്റ് ആയിരുന്നു. അന്നും ഈ പറഞ്ഞ പോലെ നമ്പേഴ്സ് ഒന്നും നമുക്കറിയില്ല, പടം വർക്ക് ആവും എന്നുള്ളൊരിതുണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്ന് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് എല്ലാവരും ഏറ്റെടുത്തു. എനിക്കൊന്ന് ജനമാണിത് പ്രൊമോട്ട് ചെയ്തത്. ഇപ്പോൾ ആ ഒരു സീനുണ്ടല്ലോ, അജിൻ മെസ്സേജ് വായിക്കുന്ന ഒരു സീനുണ്ട്, വായിച്ചു. പിന്നീട് അവിടെ ചെന്ന് ഗൾഫിൽ എത്തിയിട്ട് കറക്റ്റ് മോഡുലേഷനിൽ ദേവരാജ് പറഞ്ഞു കൊടുക്കും. അപ്പം കണ്ണിൽ നിറയുന്നത്, അല്ലെങ്കിൽ ഒരു പോസ് കൊടുത്തിട്ട് ആ ഡയലോഗ് പറയുന്നു, ആ മെസ്സേജ് ഇങ്ങനെ ആയിരുന്നു വായിക്കേണ്ടത് എന്നുള്ള തരത്തിൽ. അപ്പം എല്ലാവർക്കും, ഇപ്പോൾ തിയേറ്ററിൽ ഇരുന്ന് എല്ലാവർക്കും കണ്ണ് നിറഞ്ഞ ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയായിരുന്നു, മനസ്സിൽ എന്തായിരുന്നു വിചാരിച്ച് അത് പറയുമ്പോഴൊക്കെ? ഒന്നാം സീന് വായിച്ചപ്പോഴേ ഞങ്ങൾ ഫസ്റ്റ് ഹാഫ് ഷൂട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാണ് ഞങ്ങൾക്ക് സെക്കൻഡ് ഹാഫിലെ സ്ക്രിപ്റ്റൊക്കെ കിട്ടുന്നത്.
ഓക്കെ. വിപിൻ ചേട്ടൻ പാരലലിയാണ് എഴുതി പോകുന്നത്. ഷൂട്ടിൻ്റെ ഇടയ്ക്കാണ് അവസാന ഭാഗങ്ങളൊക്കെ എഴുതുന്നത്. ഷൂട്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞ് ഒരു ദിവസം വിപിൻ ചേട്ടൻ എന്നെ വിളിച്ചു, ഇവിടെ ഒന്നുമില്ല, ഞാനിപ്പോൾ ജസ്റ്റ് എഴുതി കഴിഞ്ഞു അവസാനത്തെ സീന്, ഞാൻ ആ ഒരു ഹൈയിൽ ഞാൻ വിളിച്ചതാണ്, നല്ല രസമുള്ള ഒരു പരിപാടിയാണ്, നീ ഇത് ചെയ്യണം, നീ വായിച്ചു നോക്കുന്നു പറഞ്ഞു. പിന്നെ അപ്പോഴേ വായിച്ചു നോക്കിയപ്പോഴേ എനിക്ക് അറിയാം, ഓക്കെ ഇതിങ്ങനെ പടത്തിൻ്റെ ഈ ഒരു ഏരിയയിൽ പ്ലേസ് ആവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീനാണ്, എന്നാൽ കഴിയുന്ന ഒരു ഇൻപുട്ട് അതിലിടണം എന്ന് ഞാൻ ആദ്യമേ ഡിസൈഡഡ് ആയിരുന്നു. പിന്നെ അവിടെ പോയി ഡയറക്ടറായിട്ടും കൂടെ അജിനായിട്ടും ഞങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. പ്രിപ്പറേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു, പക്ഷെ ആ മൊമെൻറ്റിലാണ് ഇമോഷൻ വന്നത്. കാരണം അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും ഫ്യുജേറയിൽ പോയാൽ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഒരു മരുഭൂമിയുടെ നടുക്ക് ഒരു ഒറ്റപ്പെട്ട ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ്, അവിടെ പുറകിൽ കാണുന്ന പാസ് ചെയ്യുന്ന പലരും അവിടെ സൈറ്റിലെ വർക്കേഴ്സാണ്. അപ്പോൾ അവരായിട്ട് നമ്മൾ സംസാരിക്കും, അവരുടെ കഥകൾ കുറേ ഞങ്ങൾ കേട്ടു. അപ്പോൾ റിയൽ ഇമോഷൻ സത്യം പറഞ്ഞാൽ ഷോട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ശരിക്കും വെയിലത്ത് രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മളൊരു 7-8 മണിക്കൂർ നമ്മൾ അവിടെ അതിന് മുകളിൽ പോയി നിന്നാണ് എടുക്കുന്നത്. എനിക്ക് 2 to 3 days എനിക്ക് കൺസ്ട്രക്ഷൻ സൈറ്റിൽ ആ സീൻ മാത്രം നമ്മൾ എടുത്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്താണ് എടുത്തത്. അവിടെ നമുക്ക് ആ റിയൽ ഇമോഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ആ ക്യാരക്ടറിൻ്റെ ഒരു ഇമോഷനിലേക്ക് ഇറങ്ങാൻ നോക്കുക എന്നുള്ളത്. ശരിക്കും അവിടെ വന്ന് കുറച്ച് കാലം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് പ്രവാസികളായി, അവിടെ പോയി അത്ര സന്തോഷമൊന്നും അല്ലാതെ ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരെപ്പോഴും എന്നെ വീഡിയോ കോൾ ചെയ്യും, അവരുടെ സ്ഥലം കാണിച്ചു തരും, അവർ താമസിക്കുന്ന സ്ഥലം കാണിച്ചു തരും. ഈ ഇമോഷനൊക്കെ നമ്മുടെ മനസ്സിൽ വരുമല്ലോ. ഞാൻ 3 ദിവസം ഉണ്ടായിട്ടുള്ളൂ അവിടെ. അപ്പോൾ ഒരു 10-20 വർഷമായിട്ട് അവിടെ നിൽക്കുന്ന ഒരാളുടെ ഇമോഷൻ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ സീൻ വർക്ക് ആവും. അങ്ങനെയാണ് ഞങ്ങൾ അത് ചെയ്തത്. അതുപോലെ എടുത്തു പറയേണ്ടത് മറ്റേ വീട്ടിൽ നിൽക്കുമ്പോൾ കടം കൊടുത്ത പൈസ ചോദിക്കാൻ തിരിച്ചു വരും. അപ്പം അച്ഛനെ നോക്കിയിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു നിപ്പൊക്കെ ഉണ്ട്. ആ ഒരു ഇതിലൊക്കെ നിങ്ങൾക്ക് എന്താ ബ്രീഫ് തന്നത്? ആ സീനും നമ്മൾ പ്രിപ്പയർഡ് ആയി പോയതല്ല, അവിടെ എത്തിയതിനു ശേഷമാണ് ഇന്ന് ഏതാ സീൻ, ഇന്ന് ഇതാണ് സീൻ, അങ്ങനെ പറയുന്നത്. എനിക്കൊന്ന് പടം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് പ്രിപ്പയർ ചെയ്ത് ഒരുപാട് അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു ഞങ്ങൾ തുടക്കക്കാരായതുകൊണ്ടായിരിക്കും ഞങ്ങളെ അങ്ങനെ ട്രീറ്റ് ചെയ്തതും. അവിടെ വെച്ചാൽ ഇതാണ് സാധനം, ഇങ്ങനെയാണ്, നീ നിന്റെ രീതിയിൽ ഇമ്പ്രൂവൈസ് ചെയ്യും, അങ്ങനെ നമുക്ക് തരും. ഇപ്പോൾ ഇവിടെ വീട്ടിൽ അച്ഛൻ എത്തിയ സമയത്ത് കൃഷ്ണപ്രിയയുടെ ഫാദർ പിന്നെ വീണ്ടും തിരിച്ചു വന്ന് ഫാദർ തന്നെ അല്ലേ എന്ന് ചോദിക്കുന്ന സാധനമൊക്കെ അതൊക്കെ നമ്മൾ അവിടെ നിന്ന് ഇമ്പ്രൂവൈസ് ചെയ്യുന്ന സാധനങ്ങളാണ്, സ്ക്രിപ്റ്റിലില്ല. അപ്പോൾ ഇതാണ് സീൻ, നിന്റെ ക്യാരക്ടർ ഇതാണ് കൊണ്ടുപോകേണ്ടത്. അച്ഛനും നമ്മളെ എനിക്ക് ആ സീനിൽ ഡയലോഗില്ല, എനിക്ക് എക്സ്പ്രഷൻസ് മാത്രമേ സാധനമുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ആ ഒരു സ്കൂളിൽ കളിച്ച് കിടക്കുന്ന ഒരു പയ്യനിൽ നിന്ന് റെസ്പോൺസിബിലിറ്റിയിലേക്ക് വരുന്ന ഷിഫ്റ്റ് ആ സീനിലാണ് വരുന്നത്. അതിന് ആ എക്സ്പ്രഷനിലൂടെ ആ സാധനം വർക്ക് ആവണം. പിന്നെ ആ കോൺവെർസേഷൻ ഇടയിൽ പോകുമ്പോൾ നമ്മൾ കറക്റ്റ് റിയാക്ട് ചെയ്യണം എന്നറിയാം. പിന്നെ അങ്ങനെ ചെയ്ത് നോക്കുന്ന ചിലത് ചെയ്ത് നോക്കുമ്പോൾ ശരിയാവുമെന്നും അറിയില്ല. അങ്ങനെ എങ്ങനെയാ ഒരു ക്യാരക്ടറിനെ സമീപിക്കുന്നത്? റീൽസ് യുറേക്കയിലെ റീൽസ് ആണെങ്കിൽ അത് പിന്നെ ഞങ്ങൾ തന്നെ എഴുതിയത് കൊണ്ട് എഴുതുന്ന സമയത്ത് എനിക്ക് അറിയാം എനിക്ക് ഇമോഷണലി വർക്ക് ആവുന്ന സാധനമുള്ള ഞാൻ എഴുതുക. ഇപ്പം ഞാൻ ചില സാധനം വായിച്ച് ഭയങ്കര ഡീപ്പ് ഇമോഷൻ വരുന്ന ഒരു റീലാണെങ്കിൽ അത് എഴുതുന്ന സമയത്ത് ഞാൻ അതിനേക്കാൾ ഇമോഷണലായിട്ടാണ് ഞാൻ ആ സാധനം എഴുതിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ കാരണം യുറേക്കയിൽ നമ്മൾ ഏറ്റവും വർക്ക് ആവുന്ന സാധനങ്ങൾ മാത്രം ചെയ്താൽ മതി ഞങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യും. കുഴപ്പമില്ല എന്നുള്ള സാധനങ്ങൾ ഞങ്ങൾ പൊതുവേ ചെയ്യാറില്ല. കാരണം സ്ക്രിപ്റ്റിൻ്റെ സമയത്ത് ഞങ്ങൾ അത്യാവശ്യം ടൈം ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം ഞാനായാലും നന്ദഗോപനായാലും വൈശാഖായാലും ഞങ്ങളുടെ ടീം ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞങ്ങൾ പൊട്ടിച്ചിരിച്ച സീനാണ് ഞങ്ങൾ കോമഡി അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവുക. അപ്പം നമുക്ക് വർക്ക് ആയാലും ആ സാധനം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ റീൽസിൽ എഴുതുന്ന സമയത്തെ നമുക്ക് ഇമോഷൻ കിട്ടുന്നതുകൊണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ടി വരില്ല. കാരണം നമുക്ക് കണക്റ്റ് ആവുന്ന വേർഡ്സ് വൊക്കാബുലറി അല്ലെങ്കിൽ അങ്ങനത്തെ സീൻസ് ആയിരിക്കും നമ്മൾ എഴുതിയിട്ടുണ്ടാവുക. പടത്തിലേക്ക് വരുന്ന സമയത്ത് ഓൾറെഡി എഴുതി വെച്ച സ്ക്രിപ്റ്റ് നമ്മളുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ കുറച്ച് നമ്മൾ ചിലപ്പോൾ ചില സീനുകൾ നമ്മൾ ഇമാജിൻ ചെയ്യും, ചിലത് നമുക്ക് ഇപ്പം നേരത്തെ ദുബായിൽ പറഞ്ഞ പോലെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യും. ഞാൻ അവിടെ കുറച്ച് ദിവസങ്ങളിലും ഷൂട്ട് കഴിഞ്ഞ് ആ കോസ്റ്റ്യൂം അഴിച്ചു വയ്ക്കും, നമുക്ക് ആ കോസ്റ്റ്യൂമിനോടൊക്കെ ചിലപ്പോൾ ഒരു കണക്ഷൻ വരും. കാരണം അതുവരെ കൂടെ നിന്ന എല്ലാ ആൾക്കാരും അവർ ശരിക്കും അവിടെ ഉള്ളവരാണ്, അവിടുത്തെ തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരാണ്, അവിടുത്തെ വർക്കേഴ്സ് ആയിട്ടുള്ളവരാണ്. കൂടെ റൂമിൽ നിന്ന പ്രവാസികളൊക്കെ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും അവർ ശരിക്കും പ്രവാസികളാണ്. 10-30 വർഷമായിട്ട് ഗൾഫിൽ താമസിക്കുന്നവരാണ് അവർ. എല്ലാവരുടെയും കഥകൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് അതിനോടൊക്കെ ഒരു അറ്റാച്ച്മെന്റ് വരും, ആ ക്യാരക്ടറായിട്ട് നമുക്കൊരു കണക്ഷൻ വരും. അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് യുറേക്കയുടെ കാര്യം കൂടെ പറഞ്ഞു പോകാം. സിനിമാ മോഹം ആയിട്ട് നടക്കുന്ന 3 ചെറുപ്പക്കാർ, നിങ്ങളെല്ലാവരും നല്ലപോലെ നല്ല ജോലികളൊക്കെ റിസൈൻ ചെയ്ത് വന്ന് തുടങ്ങുന്നു. എന്താ പറയുക, അത് ഹിറ്റായി, എല്ലാ കണ്ടന്റും നല്ലതായി, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ആ തുടങ്ങിയ സമയത്തെ ആ ഒരു കഥ എല്ലാവർക്കും അറിയാം. എന്നാലും ഞങ്ങൾ 3 പേരും 3 പ്രൊഫഷനാണ് പഠിച്ചത്. പലരും പല സ്ഥലത്തായിരുന്നു. പിന്നെ ചെറുപ്പം മുതൽ അറിയുന്നത് കൊണ്ട് എപ്പോഴും സിനിമ അല്ലെങ്കിൽ ആക്ടിങ് അല്ലെങ്കിൽ ഡിറക്ഷൻ ഈ താല്പര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് എപ്പോഴും ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ജോലിയിലാവുന്ന സമയത്തും ജോലി കഴിഞ്ഞ് 6 മണിക്ക് റൂമിലെത്തി നമ്മൾ ഫ്രഷ് ആയി കഴിഞ്ഞാൽ 8 മണി മുതൽ 10 മണി വരെ സിനിമയാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് നമ്മൾ ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ എവിടെ തുടങ്ങാം. ആദ്യം നമ്മളൊരു കാരണം റീൽസൊക്കെ ട്രെൻഡിങ് ആയി ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാണ് ഞങ്ങൾ യുറേക്കൊക്കെ തുടങ്ങുന്നത്. ശരിക്കും റീലിൻ്റെ ഒക്കെ ഒരു പീക്ക് ഫേസ് കഴിഞ്ഞാണ് യുറേക്ക സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. 2024 അവസാനമാണ് ഞങ്ങൾ തുടങ്ങുന്നത്.
ഇപ്പോൾ പീക്ക് ഫേസ് അല്ല എന്നല്ല, ഇപ്പോഴും അതുവഴിയാണ് ഒരുപാട് ക്രിയേറ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ട്രെൻഡിങ് സമയത്തൊന്നും അല്ല ഞങ്ങൾ കയറി വന്നത്. അപ്പോൾ ഷോർട്ട് ഫിലിംസ് ചെയ്യണോ നമുക്ക്, അല്ലെങ്കിൽ ആൽബംസ് അങ്ങനത്തെ എന്തെങ്കിലും ഇതിലേക്ക് പോകണോ, സിനിമ എഴുതി തുടങ്ങണോ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്കൊരു മീഡിയ അറ്റൻഷൻ കിട്ടണം. അറ്റ്ലീസ്റ്റ് നമ്മളെ വിളിക്കാൻ സാധ്യതയുള്ള ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ എത്തണം. ഡയറക്ടേഴ്സ് ആവാം അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് ആവാം, അവർ കാണണം. നമ്മുടെ സ്റ്റോറി ടെല്ലിംഗ് എങ്ങനെയാണെന്നുള്ള ഫീഡ്ബാക്ക് നമുക്ക് തന്നെ കിട്ടണം. ഞങ്ങൾ യുറേക്ക തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങളൊരു സാധനം എഴുതിയാൽ കാണികൾക്ക് ഇഷ്ടമാവോ ഇല്ലേന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പം ഞങ്ങളുടെ ഇതിന് ആ ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസ് വരുന്നു, അല്ലെങ്കിൽ എല്ലാ പ്രായക്കാരും ഇത് കാണുന്നു, എല്ലാവരിലേക്കും ഈ സാധനം കാറ്റർ ചെയ്യുന്നു, ഇതൊക്കെ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. ചെയ്ത് നോക്കിയാലേ ഞങ്ങൾക്ക് അറിയും. ഷോർട്ട് ഫിലിംസ് ഞങ്ങൾ ചെയ്തിരുന്നു, പക്ഷെ അതിനേക്കാൾ ഒരു മൾട്ടിപ്പിൾ ടൈംസ് ആണ് ഒരു റീലിൻ്റെ റീച്ച്. അങ്ങനെയാണ് ശരി യുറേക്ക സ്റ്റോറീസ് പേരൊക്കെ പിന്നെ വന്നതാണ്, റീൽസ് ചെയ്ത് തുടങ്ങാം എന്നൊരു തീരുമാനത്തിലേക്ക് വരുന്നത്. അപ്പോൾ പിന്നെ 3 പേരും റീൽസ് ഞങ്ങൾ കുറച്ചെണ്ണം എഴുതി ഷൂട്ട് ചെയ്ത് വെച്ചാണ് ഞങ്ങൾ റിസൈൻ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഒരു പോയിന്റ് എത്തി മനസ്സിലായി, രണ്ടും കൂടെ പോവില്ല. രണ്ടും കൂടെ പോവുകയാണെങ്കിൽ രണ്ടും ഒരു ഏവറേജ് രീതിയിലേ പോവുള്ളൂ. അപ്പോൾ അത് പോരാ, നമ്മൾ ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ട് ഇതിലേക്ക് ഇറങ്ങണം. നമ്മുടെ 100% അറ്റൻഷൻ ഇതിലേക്ക് വന്നാലേ നമ്മൾ ഒരു ബിയോണ്ട് ദി ഒരു പോയിന്റ് നമുക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദി ബോക്സ് ആണ് നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാണ് പേപ്പർ ഇടാം നോക്കണ്ട എന്നുള്ള തീരുമാനം എടുത്തത്. ഇപ്പോൾ 2024 തുടങ്ങുമ്പോൾ മനസ്സിൽ വിചാരിച്ചത് സിനിമ തന്നെ ആയിരുന്നല്ലോ. ഇപ്പോൾ സിനിമയിലേക്ക് എത്തി. ഇപ്പോൾ ഇതേപോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇപ്പം കരിക്കൊക്കെ ആണെങ്കിലും സ്വന്തം സിനിമയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ കാര്യം പറയുമ്പോൾ ഓർമ്മ വന്നത് ഹൃദയപൂർവ്വത്തിലെ സിനിമയിലെ നിങ്ങളുടെ ക്യാരക്ടർ 3 ചെറുപ്പക്കാർ സിനിമ ചെയ്യാൻ വേണ്ടി നടക്കുന്നു, അവസാനം സിനിമ ചെയ്യുന്നു. അതുപോലെ റിയൽ ലൈഫിലും അങ്ങനെ വരുമോ സിനിമയൊക്കെ? ഡെഫിനറ്റ്ലി സിനിമ തന്നെയാണ് നമ്മുടെ ഗോൾ എന്നുള്ളത്. ഹൃദയപൂർവ്വത്തിലേക്ക് വിളിച്ച് നെറേറ്റ് ചെയ്തതാണ് നിങ്ങൾ ഫിലിം മേക്കേഴ്സ് ആയിട്ടുള്ള 3 പയ്യന്മാരാണെന്ന് ചോദിച്ചപ്പോൾ ഇത് നമ്മുടെ തന്നെ കഥയാണല്ലോ എന്നുള്ള സാധനം വന്നിരുന്നു ആദ്യമേ. ഇവരെയൊക്കെ നമ്മൾ തുടങ്ങിയത് സിനിമ എന്നുള്ള പ്ലാൻ വെച്ച് തന്നെയാണ്. റീൽസ് തുടങ്ങിക്കഴിഞ്ഞാൽ അറ്റൻഷൻ കിട്ടിയപ്പോൾ നമ്മളൊരു ഓഡിയൻസ് ഗ്രോ ചെയ്തു. അപ്പോൾ അവരെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഒരു ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്. പലപ്പോഴും ഇപ്പോൾ വാഴ കഴിഞ്ഞാൽ നിങ്ങൾ റീല് ചെയ്യുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഞങ്ങൾ റീല് ചെയ്യും. അതിൻ്റെ സമയം ക്രമം മാറാം, അതിൻ്റെ ഓർഡർ മാറാം. ചിലപ്പോൾ നമ്മൾ നമ്പർ ഓഫ് വീഡിയോസ് ചിലപ്പോൾ കുറയാം, കൂടാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോംസ് ചേഞ്ച് ചെയ്യാം. ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഗ്രോ ചെയ്ത ഓഡിയൻസ് ഡെഫിനറ്റ്ലി നമ്മളെ ഇഷ്ടപ്പെട്ട് അവരാണ് ഇപ്പോൾ വാഴ 2-ൽ നമ്മൾ വരുമ്പോൾ കൈയടിക്കുന്നതും അല്ലെങ്കിൽ വാഴ 2 വിജയിപ്പിച്ചതും. ഇപ്പോൾ എൻ്റെ ആയാലും ഹാഷി ടീമിൻ്റെ ആയാലും വേറെ ഒരുപാട് ക്രിയേറ്റേഴ്സ് അതിലുണ്ട്. അവരെല്ലാവരുമാണ് ഈ സിനിമ വിജയിച്ചത്. ആദ്യമായിട്ടൊരു ന്യൂ ഫേസ് സിനിമയിൽ വരുമ്പോൾ ഒരിക്കലും കൈയടി അല്ലെങ്കിൽ വരില്ല. അപ്പോൾ അവരെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് തുടരും. ഭാവിയിൽ എപ്പോഴെങ്കിലും നമ്മളൊരു സിനിമ എന്നുള്ള പ്ലാൻ ഡെഫിനറ്റ്ലി ഉണ്ട്. അതെപ്പോൾ എന്നുള്ളത് അറിയില്ല. അതിൻ്റെ ഇനീഷ്യൽ വർക്ക്സ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ കണ്ടന്റിന്റെ പ്രത്യേകതയും കൂടെ പറയണം. ബാക്കിയുള്ളവരുടെ പോലെ കോമഡി ഒക്കെ ഉണ്ട്, പക്ഷേ കുറച്ചും കൂടെ എല്ലാവർക്കും റിയാലിറ്റിയുമായിട്ടൊക്കെ അടുത്ത് നിൽക്കുന്ന, കുറച്ചുകൂടെ ചിന്തിപ്പിക്കുന്ന അങ്ങനെയുള്ള കണ്ടന്റാണ് നിങ്ങളുടെ മേക്കിംഗ് ആയാലും. ഇപ്പം ലോങ് ഷോട്ട് വീഡിയോസ് ഒക്കെയാണ്. അപ്പം നിങ്ങൾ ഓരോ കണ്ടന്റിന് എടുക്കുന്ന എഫേർട്ട് അതെങ്ങനെയാണ്? ഇപ്പോൾ റീലാണെങ്കിലും ഇത്ര സെക്കൻഡ്സ് അല്ലെങ്കിൽ ഇപ്പം മാക്സിമം 3 മിനിറ്റ്, പക്ഷെ അതിൻ്റെ പുറകിൽ ഒരു വലിയ എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ്? അത് എനിക്ക് തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. സിനിമ എന്നുള്ളൊരു പ്ലാൻ ഉള്ളത് കൊണ്ട് നമ്മളെല്ലാം സിനിമാറ്റിക് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് എഴുത്ത് മുതൽ ഞങ്ങൾ തുടങ്ങുന്നത്. ഒരു സാധനം എഴുതി വരുന്ന സമയത്ത് നമ്മൾ ആദ്യമേ ചിന്തിക്കും, ഈ എഴുത്തിന് നമ്മൾ എന്തായിരിക്കും നമ്മുടെ ആക്ടിവിറ്റി? അത് വീട്ടിൽ പ്ലേസ് ചെയ്യണോ, അത് ഔട്ട്ഡോർ പ്ലേസ് ചെയ്യണോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെ പോകും? ചില റീൽസിനൊന്നും അതിൻ്റെ ആവശ്യമേ ഇല്ല, പക്ഷേ സ്റ്റിൽ ഞങ്ങൾ ലൊക്കേഷൻ കാണാനൊക്കെ പോകും. ഞങ്ങൾ ചിലപ്പോൾ ഒരു സ്ഥലം കണ്ട്, ഇപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ചെയ്ത ചില വീഡിയോസൊക്കെ ഞങ്ങൾ ഉണ്ണി നമ്പൂതിരി സീരീസ് കൊണ്ട് ഒരു സീരീസ് ചെയ്തിരുന്നു. അതിലൊക്കെ ഒരു വീട് കണ്ട് ആ വീടിൻ്റെ റീല് കണ്ടാണ് എനിക്ക് സ്റ്റോറി കിട്ടിയത്. അപ്പോൾ ആ വീട് തപ്പിപ്പിടിച്ച് ഞങ്ങൾ പോയി ആ വീട് വെച്ച് തന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അവിടെ പോയി ഞങ്ങൾ പെർമിഷനൊക്കെ മേടിച്ച് ആ വീട്ടിലാണ് ഞങ്ങൾ പോയി ഷൂട്ട് ചെയ്തത്. അത്രയും എഫേർട്ട് റീലിന് ആവശ്യമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ചിലപ്പോൾ റീല് വർക്ക് ആവുമായിരിക്കും. പക്ഷെ നമുക്ക് ഉദ്ദേശിച്ച പോലെ ആ റീൽ എക്സിക്യൂട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് പടത്തിലൊരു സീൻ സക്സസ്ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന പോലെയാണ് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ സാറ്റിസ്ഫാക്ഷൻ്റെ പുറത്താണ് നമ്മൾ നമ്മുടെ ഈ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അത് നമുക്ക് എപ്പോഴും വേണം. അതുകൊണ്ട് കുറച്ചധികം എഫേർട്ട് ഇടുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഞങ്ങൾ ഹാപ്പിയാണ് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് വെച്ച്. അത് നിങ്ങൾ കണ്ടന്റിനും ആ ഒരു ഇതിനും കൊടുക്കുന്ന വാല്യൂവും കൂടെയാണല്ലോ. കുറച്ച് കാലം കൊണ്ടാണെങ്കിലും ഓഡിയൻസ് ഇപ്പം അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് തുടങ്ങി. അതെ, ഇപ്പം ഞങ്ങളുടെ ഇതാണെങ്കിൽ ഓക്കെ ഇത് സിനിമാറ്റിക് ആയിരിക്കും പോവുക, അപ്പം ഇനി ഞങ്ങൾക്ക് അത് പുറകോട്ട് പോകാൻ പറ്റില്ല. അത് ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. നല്ല റെസ്പോൺസിബിലിറ്റി. അതൊരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ഭാരമായിട്ടൊക്കെ തോന്നുന്നുണ്ടോ? ഭാരമായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. എനിക്കൊന്ന് ഇപ്പോൾ വാഴ 2 ഇറങ്ങിയിട്ടാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേര് എന്നോട് ആക്ടിങ് ഓപ്പർച്യൂണിറ്റി വരുന്നതിന് കൂടെ തന്നെ പല പ്രൊഡക്ഷൻസും ചോദിക്കുന്നത് നിങ്ങളുടെ കഥയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് വരുന്നത് ഞങ്ങൾ ആ എഫേർട്ട് ഇട്ടതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് വരില്ല. എനിക്കൊന്ന് മെയിൻ സ്ട്രീം പ്രൊഡക്ഷൻസ് തന്നെ നമുക്ക് പരിചയമുള്ളവരും അല്ലാത്തവരും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നീ എഴുത്ത് തുടങ്ങിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ നീ പറ, ഇങ്ങനെ പിച്ച് ചെയ്യുക എന്നുള്ള രീതിയിൽ
അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് 1.5 വർഷം മുന്നേ യുറേക്ക തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ആഗ്രഹം ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു, പക്ഷെ ഒരു അൺറിയലിസ്റ്റിക് ഡ്രീം ആയിരുന്നു വന്നത്. ഇപ്പം അതൊരു റിയലിസ്റ്റിക് സംഭവമായി മാറി. അത് ഞങ്ങളൊരു അഡീഷണൽ ഒരു 10 or 20% അഡീഷണൽ ഒരു റീലിൻ്റെ മുകളിൽ ഇടുന്നുകൊണ്ട് വന്നതായിരിക്കാം. അപ്പോൾ നല്ല റെസ്പോൺസിബിലിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ MBFLന് ദേവരാജ് പറഞ്ഞൊരു കാര്യം ഇപ്പം കുറച്ചുകൂടെ ചർച്ചയാവുന്നുണ്ട്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന്റെ കാര്യം. ഇപ്പോൾ 90s കിഡ്സ് പലതും അൺലേൺ ചെയ്യുകയാണ്, നമ്മളൊക്കെ, ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ജനറേഷൻ. അപ്പോൾ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്? നിങ്ങൾ കണ്ടന്റ് ചെയ്യുമ്പോഴാണെങ്കിലും അത് നോക്കുന്നത് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ് ചെയ്യുകയാണല്ലോ നിങ്ങളുടെ ഓരോ കണ്ടന്റും. അന്നും എനിക്കൊന്ന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനുള്ള വാക്കോ അതിനെക്കുറിച്ചോ പറയാൻ വേണ്ടി എനിക്ക് എന്തോ നമ്മളൊരു റാൻഡം കോൺവെർസേഷൻ വന്നപ്പോൾ അത് പറഞ്ഞതാണ്. പക്ഷെ ഡെഫിനറ്റ്ലി അത് വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പോൾ എന്നോട് പലപ്പോഴും ഇപ്പം നമ്മൾ ചെയ്യുന്ന വീഡിയോസേ ഓഡിയൻസ് കാണുന്നുള്ളൂ, അതിൽ നിന്ന് പേഴ്സണലി ആൾക്കാർ നമ്മളെ വിളിച്ചും നേരിട്ട് കാണുമ്പോഴും ഒക്കെ പറയുന്ന ഫീഡ്ബാക്സ് അവർ കാണുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ റാൻഡം ആയിട്ടില്ല, പല പ്രായത്തിൽ എനിക്കൊന്നൊരു 4-5 വയസ്സായ കുട്ടി കാണുന്നുണ്ടെന്ന് പറയാം, അവർ നമ്മൾ കണ്ട് വീഡിയോ അയക്കുന്നത് മുതൽ ഒരു 70-80 വയസ്സായ ആൾക്കാർ വരെ നമ്മുടെ വീഡിയോ കണ്ട് ഫീഡ്ബാക്സ് തരുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, മക്കളെ വിളിച്ചിട്ട് അവർക്ക് ഫുഡ് ഒഴിക്കുന്നത് നിങ്ങളുടെ വീഡിയോസ് കണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരും ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഞങ്ങൾ ചെയ്യുന്നൊരു സാധനം ഒരിക്കലും ഡെഫിനറ്റ്ലി ഇതിന് ഇമിറ്റേഷൻ വരാം. നമ്മൾ ചെയ്യുന്നൊരു ഡയലോഗാവാം, നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷൻ ആവാം, ഇതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യപ്പെടാം, ഇതൊക്കെ പലരും ഫോളോ ചെയ്യുന്നുണ്ടാവാം. അപ്പം അത് ഞങ്ങൾ കോൺഷ്യസ് ആയതുകൊണ്ടാണ് ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യപ്പെട്ടാലും കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ മാത്രം അതിൽ പറഞ്ഞാൽ മതി എന്നുള്ള. പിന്നെ എൻ്റർടൈൻ ചെയ്യാൻ എനിക്കൊന്ന് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സാധനത്തിനും ആവശ്യമില്ല. ഞങ്ങൾ ഇതുവരെ ഇപ്പോൾ യുറേക്കയിൽ ചെയ്തിട്ടുള്ളത് കണ്ടൻസ് ഒക്കെ എല്ലാവരും എൻ്റർടൈൻഡ് ആവുന്നുണ്ട്. അപ്പോൾ അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ച് തന്നെ കംഫർട്ടബിളി എല്ലാവരും എൻ്റർടൈൻ ചെയ്യാൻ പറ്റും. ഇപ്പം എല്ലാവരും എൻ്റർടൈൻ ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പം സിനിമയിൽ കുറേ ഇമോഷണൽ സീൻസ് ഉണ്ട്, അതൊക്കെ ചെയ്യാൻ പാടായിരുന്നു അതോ എളുപ്പമായിരുന്നു? ഇപ്പൊ ഹാഷിനൊക്കെ കുറച്ചുകൂടെ കോമഡി ഒക്കെ ആണല്ലോ അവർ ചെയ്യുന്നത്, കൂടുതൽ സീൻസ് ഇതിലൊക്കെ ആയാലും അങ്ങനെ കുറച്ച് സീൻസ് ഇമോഷണലും ഉണ്ട്. അപ്പൊ എങ്ങനെയുള്ളത് ചെയ്യാനാ കുറച്ചുകൂടെ എളുപ്പം എഴുതി വെച്ച ക്യാരക്ടർ അനുസരിച്ചിരിക്കും. എനിക്കൊന്ന് പ്ലോട്ടും ക്യാരക്ടറും, ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ഒരു എഴുത്തുകാരനും ഡയറക്ടറുമാണ് ആ സിനിമ ഡിസൈഡ് ചെയ്യുന്നത്. ഒരാൾ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ പെർഫോമൻസിന്റെ വേരിയേഷൻസ് വരാം, കുറച്ചുകൂടെ ബെറ്റർ ആവും, കുറച്ചുകൂടെ മോശമായി അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായി എന്നൊക്കെ പലരും പറയും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഡയറക്ടറാണ് ആ സീൻസ് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ എത്ര പെർഫോം ചെയ്ത് കഴിഞ്ഞാലും ആ എഴുതി വെച്ച പ്ലോട്ട്, അതിൻ്റെ മുന്നത്തെ സീനും അതിൻ്റെ ഇപ്പുറമുള്ള സീനും, ആ പ്ലോട്ട് വർക്ക് അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് ചെയ്തത് കുഴപ്പമില്ല, ഏവറേജ് ആയി പോയി എന്ന് ആൾക്കാർ പറയും. മൊത്തം പടം ആസ് എ ഹോൾ വർക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ആക്ടിങ് അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. ഞങ്ങൾക്ക് ഇൻപുട്ട് ഇടേണ്ടി വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ യുറേക്കൽ ചെയ്യുന്ന പോലെയല്ല, എനിക്കറിയാം ഇതൊരു ബിഗ് സ്ക്രീനിലായിരിക്കും വരുന്നത്. ഞങ്ങൾ ഷോട്ടിന് മുന്നേ ഏത് ലെൻസാണ് ഇടുന്നത്, അല്ലെങ്കിൽ മിഡാണോ ടൈറ്റാണോ എടുക്കുന്നത് നമ്മൾ ജസ്റ്റ് ചോദിക്കും, അല്ലെങ്കിൽ പോയി കാണും. അപ്പോൾ എനിക്കറിയാം ബിഗ് സ്ക്രീനിൽ ഇത്രയും വലിയ ഇതാണ്. അപ്പോൾ ഞാൻ യുറേക്കയിൽ നമ്മുടെ മൊബൈലിൽ കാണിക്കുന്ന പോലെ അഭിനയിക്കേണ്ട ആവശ്യമില്ല. വളരെ സട്ടിൽ വേരിയേഷൻസും സട്ടിൽ ഇമോഷൻസും വന്നാൽ മതി. പിന്നെ എന്തായാലും ഡെഫിനറ്റ്ലി ഞങ്ങൾ റീല് ചെയ്യുന്ന പോലെയല്ല, മ്യൂസിക്കിൻ്റെ ബാക്കപ്പ് ഉണ്ടായിരിക്കാം. ഡെഫിനറ്റ്ലി മ്യൂസിക്കിൻ്റെ ബാക്കപ്പ് വരും. ഈ സീൻ ഇത്രയും സീനുകളുടെ ഇടയിലായിരിക്കും എൻ്റെ സീൻ പ്ലേസ് ചെയ്യുന്നത്. എൻ്റെ മുഖം മാത്രമല്ല, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ഷോട്ട്സ് അതിനിടയ്ക്ക് കയറാം. ഇങ്ങനെയാണ് പടത്തിൻ്റെ എൻഡിലേക്കാണ് ഈ സാധനം വരുന്നത്. അപ്പം നമ്മൾ ഒരുപാട് അഭിനയിച്ച് ഇതാക്കേണ്ട ആവശ്യമില്ല, സട്ടിൽ ഇമോഷൻ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ആൾക്കാർക്ക് അത് ഞാനാണെന്ന് തോന്നണം, ഒരു പ്രവാസിക്ക് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കഥയാണെന്ന് തോന്നണം. നമ്മൾ ആ ഒരു മീറ്റർ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം മീറ്റർ പിടിക്കുന്നതിൻ്റെ തന്നെ റീൽസിലാവുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓക്കെ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയൊക്കെയുള്ള കമൻസ് നമുക്ക് കുറച്ച് പ്രതീക്ഷിക്കാമല്ലോ. ഇപ്പം കുറേ നാളായിട്ട് ഇത് തന്നെ ചെയ്യുമ്പോൾ ഇപ്പം സിനിമയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അവരുടെ അപ്പുറത്തിരിക്കുന്നവരുടെ റെസ്പോൺസ് നമുക്ക് ഊഹിക്കാൻ അധികം പറ്റത്തില്ല. ഒന്ന് ഈ സീന് വരുമോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ വരുമോ എന്നുള്ളത് പോലും നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു ഓഡിയൻസിൻ്റെ പൾസ് നമ്മൾ എങ്ങനെ എക്സ്പെക്ട് ചെയ്താ ചെയ്യുന്നത്, അതെങ്ങനെയാണ് ആലോചിക്കുക? എനിക്ക് തോന്നുന്നു ഒരു ആക്ടറേക്കാളധികം റൈറ്റർ ഡയറക്ടർ അവരാണ് ആ ഓഡിയൻസിൻ്റെ പൾസ്, അതറിഞ്ഞാണ് അവരെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അവർ ചെയ്തു വെച്ച സാധനം നമ്മൾ അഭിനയിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പ്ലോട്ട് വർക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന ഇമോഷൻസ് അവിടെ നിന്ന് വർക്ക് ആവുന്നത്. ഡെഫിനറ്റ്ലി റീലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒരു ഫീഡ്ബാക്ക് കിട്ടും, സിനിമയ്ക്കും കിട്ടും. പക്ഷെ സിനിമയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു റീലാണെങ്കിൽ നമുക്കൊന്നും വർക്കായില്ല, അടുത്ത റീൽ ബെറ്റർ ആക്കാം. സിനിമയിൽ നമുക്ക് അങ്ങനെ ഒരു പരീക്ഷണത്തിനുള്ള വകുപ്പില്ല. സിനിമ ഇറങ്ങിയാൽ ആ സിനിമ വർക്ക് ആവണം എന്ന് വിചാരിച്ചാണ് എല്ലാവരും ചെയ്യുന്നത്. നമുക്ക് ഒരു റീൽ വ്യൂസ് കുറഞ്ഞു, അടുത്ത റീലിലേക്ക് പോവാം, അപ്പോൾ ഈ റീൽ ആൾക്കാർ മറന്നു. പക്ഷെ സിനിമ അങ്ങനെയല്ല. സിനിമ എപ്പോഴും നമ്മൾ ചില സിനിമകൾ, ഇപ്പോൾ എനിക്കൊന്ന് വാഴ 2 ഒക്കെ സംബന്ധിച്ച് ഒരു വൺ ടൈം വണ്ടർ പോലെയാണ് ആ പടം സംഭവിച്ചത്. പുതിയ ആൾക്കാർ വരുന്നു, എന്നിട്ട് അതൊരു 200 crore ക്ലബിൽ കയറുന്നു, ഇപ്പോഴും പടം തിയേറ്ററുകളിൽ ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ജഡ്ജ്മെൻ്റ് ആണത്. എനിക്കൊന്ന് നമ്മുടെ ജഡ്ജ്മെൻറ്റിനേക്കാളധികം നമ്മൾ ചെയ്തു പോകുന്നേ ഉള്ളൂ.
എക്സ്പീരിയൻസ് ആയിരിക്കാം ഡെഫിനറ്റ്ലി ഒരു ഫാക്ടർ. ബിബിൻ ചേട്ടൻ ഇപ്പോൾ ഒരുപാട് പടങ്ങൾ പാരലലി വർക്ക് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സവിൻ ചേട്ടനാണെങ്കിലും സവിൻ ചേട്ടൻ ഫസ്റ്റ് ഡയറക്ടോറിയലാണെങ്കിലും ഞാൻ അറിഞ്ഞത് വെച്ച് ഒരുപാട് വർഷമായിട്ട് പുള്ളി ഇൻഡസ്ട്രിയിലുള്ളതാണ്. പിന്നെ ഇതിൽ ADs ആയിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ ഒരുപാട് വർഷമായിട്ട് സിനിമ എന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെയാണ്. നമ്മൾ ഷോട്ട് എടുക്കുന്ന സമയത്ത് അവരുടെ ഇൻപുട്ടൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. സിനിമയിൽ കാണില്ല, ടെക്നീഷ്യൻസിൻ്റെ എഫേർട്ട് പലരും കാണുന്നില്ല. പക്ഷേ അതിന് പുറകിൽ അവരിട്ട എഫേർട്ട്, മ്യൂസിക് ചെയ്യുന്ന സമയത്തായാലും എഡിറ്റിൻ്റെ സമയത്താണെങ്കിലും. ഞാനിപ്പോൾ പടം റിലീസായി കണ്ണനാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്, കണ്ണൻ മോഹൻ. അപ്പോൾ കണ്ണനെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ കണ്ണനൊക്കെ എത്ര ഇതിൻ്റെ മുകളിൽ എഫേർട്ട് ഇട്ട് എത്രയൊക്കെ ഒരു 8 or 10 ടൈപ്പ് എഡിറ്റ് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് വർക്ക് ആവുന്ന ഒരു ഓപ്ഷനാണ് പടത്തിൽ ഫൈനൽ കാണുന്നത്. ബാക്കി 9 വേർഷൻസും അവർ കാണുന്നില്ല. അപ്പം അത്രയും വേർഷൻസിൻ്റെ അവസാനമാണ് ഈ ഫൈനൽ സാധനം വരുന്നത്. അപ്പം അതെല്ലാം മിക്സ് ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ അഭിനയമായിട്ട് അവിടെ ഷോക്കേസ് ആവുന്നത്. ഇനിയിപ്പോൾ വാഴ 3 വരികയാണ്. അപ്പോൾ അതിൻ്റെ പോസ്റ്റർ റിലീസ് ചെയ്തു. അപ്പം അതിൻ്റെ അടിയിൽ കുറേ കമൻസ് ഉണ്ടായിരുന്നു. നല്ല കമൻസും ഉണ്ട്, പക്ഷേ കുറച്ചല്ലാത്ത കമൻസ് ഉണ്ട്. ഇപ്പോൾ സ്ത്രീകളുടെ കഥയിൽ എന്ത് പറയാനാ, ഗേൾസിൻ്റെ എന്ത് പറയാനാ പൊതുവെ, അല്ലെങ്കിൽ അങ്ങനെയാണെന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കമൻസ് കണ്ടിരുന്നോ? അപ്പം ഞാനിപ്പോൾ റീസെൻ്റ്ലിയാണ് കണ്ടത്, മൊത്തം ഫോളോ ചെയ്തിരുന്നില്ല പടത്തിൻ്റെ ഓരോ പ്രൊമോഷൻ പരിപാടികളൊക്കെ ആയതുകൊണ്ട്. ഇതിനെക്കുറിച്ച് വേറെ ആൾക്കാർ കുറച്ച് റീല് ചെയ്ത് അറിഞ്ഞിട്ടാണ് ഞാൻ ഈ പോസ്റ്റിൽ കയറി കുറച്ച് വായിക്കുന്നത്. മൊത്തം കണ്ടില്ല. എനിക്ക് തോന്നുന്നു അത് ഇത്രയും ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് വാഴ 3 എന്ന പടത്തിൻ്റെ ഇമ്പോർട്ടൻസ്. വാഴ 3 ഒരു പടം വേണം അല്ലെങ്കിൽ സംഭവിക്കണം എന്നുള്ളത് അതിൻ്റെ ഒരു അനിവാര്യത ഈ കോൺവെർസേഷൻസ് ആണ്, അല്ലെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ വന്ന കമൻസ് ആണ്. എനിക്കൊന്ന് വിപിൻ ചേട്ടനും ടീമും നല്ല രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യും. ആ പടമായിരിക്കട്ടെ അതിനുള്ള ആൻസർ. കാരണം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാഴ 1 or 2 കുറച്ച് പയ്യന്മാരുടെ കഥയോ ആമ്പിളയുടെ കഥയൊന്നും അല്ല. ഒരുപാട് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഇതിലൊക്കെ പോകുന്നുണ്ട്. അവരുടെ കഥകളും അതിൽ പല ലേയേഴ്സിൽ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ മെയിൻ കാസ്റ്റായിട്ട് വന്നത് അല്ലെങ്കിൽ ലീഡിങ് ആർട്ടിസ്റ്റായിട്ട് വന്നത് മെയിൽ ആർട്ടിസ്റ്റ് ആണെന്നുള്ളതേ ഉള്ളൂ. അത് നല്ലൊരു ശതമാനം സ്ത്രീകൾ വിജയിപ്പിച്ചിട്ടില്ലേ പടത്തിനെ. പടം കണ്ട എത്രയോ പേര് അതൊരു ആൺ പെൺ വ്യത്യാസമില്ലാതെ വാഴ 1ഉം 2ഉം വിജയിപ്പിച്ചുവെങ്കിൽ വാഴ 3യും അങ്ങനെ ആൺ പെൺ വ്യത്യാസമില്ലാതെ വിജയിക്കേണ്ട നല്ല കഥയാണെങ്കിൽ, നല്ല വർക്കാണെങ്കിൽ, അവരുടെ കഥ കൃത്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതും വർക്കാവും. അതിനുശേഷം എനിക്കൊന്നും ഈ കോൺവെർസേഷൻസ് ഉണ്ടാവില്ല. അത് പോസ്റ്റർ വന്നതിൻ്റെ ഇനീഷ്യൽ ചർച്ചകളായിരിക്കാം. നല്ല രീതിയിൽ അത് കൺക്ലൂഡ് ആവട്ടെ. ഓക്കെ, അപ്പോൾ ഇനിയും നല്ല സിനിമകൾ വരട്ടെ, സ്വന്തം സിനിമ ഇറങ്ങട്ടെ, യുറേക്കയും നന്നായി പോട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.